ഹലോ ഗായ്സ്, വീട്ടിൽ ബ്രെഡും കോഴിമുട്ടയും പഴയിരിപ്പുണ്ടോ? നേരെ വിട്ടോ അടുക്കളയിലേക്ക്. നമുക്കൊരു നല്ലൊരു കിടുക്കച്ചി 4 മണി പലഹാരം ഉണ്ടാക്കാം. അതിനിതാ കുനുകുനാന്നരിയ, എന്നിട്ട് ചട്ടി വെച്ച് ഒരിത്തിരി എണ്ണ പാർന്നിട്ട് അതിലേക്ക് ഈ പഴം അങ്ങോട്ട് ഇടുക. വഴണ്ടിങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരിത്തിരി തേങ്ങയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചേർത്ത് ഇങ്ങനെ വഴറ്റിങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടി അങ്ങോട്ട് ചേർത്ത് അത് ഒന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഇങ്ങോട്ട് വഴണ്ടി വരുന്ന സമയത്ത് അത് ഓഫാക്കി ഒരു പരന്ന പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് ഇട്ട് വെക്കുക. ഇത് ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ബ്രെഡ് പൊടിച്ചിട്ട് വരാം. ഇതാ ബ്രെഡ് പൊടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം ചൂടാറിയിട്ടുണ്ട്. അതിൽ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പരത്തി എടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ടു പോകുന്ന ആൾക്കാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. വീഡിയോനെ കുറിച്ച് അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിക്കുക, നന്നായിട്ട് അങ്ങോട്ട് അടിച്ച് പതപ്പിക്കുക. എന്നതിന് ശേഷം ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് കോഴിമുട്ടയിൽ മുക്കുക. പിന്നെന്ത് ചെയ്യുക? ബ്രെഡിൽ അങ്ങോട്ട് പുരട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒന്നായിട്ട് ഇത് ഓരോന്നോരോന്ന് അതേപോലെ തന്നെ ചെയ്യാം. എല്ലാം ഇതേപോലെ തന്നെ കോഴിമുട്ടയിലിടുക, ബ്രെഡിൽ പരത്തി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഓരോന്ന് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ടങ്ങ് പൊരിച്ചെടുക്കുക. ഇത് കോഴിമുട്ടയും ബ്രെഡും ആയതുകൊണ്ട് തന്നെ ആവാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല, വേഗം തന്നെ ആവും. അപ്പോൾ ഒരു ഭാഗം ബ്രൗൺ കളർ ആവുന്ന സമയത്ത് തിരിച്ചിടുക. ഓരോന്നോരോന്നായിട്ട് തിരിച്ചിടുക. എന്നിട്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതാ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. ഇതിങ്ങോട്ട് ഓരോന്ന് ഉണ്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇതാ അടിപൊളിയായില്ലേ? കാണാൻ തന്നെ എന്തൊരു ചേലാണ്. ഇനി അടുത്തത് ഇടാം. അങ്ങനെ എല്ലാം പൊരിച്ച് വരാം. നമുക്ക് അടിപൊളി സ്നാക്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ 4 മണി ചായൻ്റെ ഒപ്പം പലഹാരമായി.